ഈ സ്വതക്കയും ഈ മജ്‌ലിസിന്റെയും ബറക്കത്ത് കൊണ്ടാണ് നിന്റെ ഉമ്മാക്ക് അല്ലാഹ് സ്വർഗം കൊടുക്കുന്നതെങ്കിൽ ആ ഉമ്മാക്ക് നീ എന്ത് തെറ്റ് ചെയ്തു പോയാലും പൊരുത്തപ്പെട്ട് തരാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഈ ദുആ കൊണ്ടാണ് ഉമ്മാക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ എത്ര വലിയ പൊരുത്തക്കേട് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഉമ്മാക്ക് നിനക്ക് പൊരുത്തപ്പെട്ട് തന്നേ പറ്റുള്ളൂ. സ്വർഗം വാങ്ങിക്കൊടുത്ത മകന് പകരം ഒരു ഉമ്മയുടെ മനസ്സിലും വെറുപ്പുണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കണ്ണീരോടെ നമുക്ക് ദുആരക്കാം. ഈ സ്വർഗത്തിന്റെ മജ്‌ലിസ് ചരിത്രത്തിന്റെ വിശാലമായ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മനോഹരമായ മജ്‌ലിസിലിരുന്ന് ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു ദുആ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആരക്കണം. കാല് നീര് വന്നു, പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഉംറ എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ചെറിയ വീടിനകത്ത് കഴിയുകയാണ്. അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിൻ്റെ വീട്ടിൽ പോയി പണ്ട് കാലത്ത് അരി ഇടിച്ചു കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന 5 രൂപയും 10 രൂപയും അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആ ഉമ്മായെ മക്കത്തേക്ക് മദീനത്തേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് മുതൽ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആരക്കണം ആ ഒരു സ്വപ്നം പൂവണിയാൻ. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിരിക്കും അത്, ഒരിക്കലും ആ വിഷയത്തിലൊരു സംശയമില്ല. പക്ഷേ അത് നമ്മൾ എത്ര തീരുമാനിച്ചാലും അവിടെ എത്തിയെങ്കിലേ ആ സൗഭാഗ്യം നമുക്കുള്ളൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും പാസ്പോർട്ട് കൊടുത്താലും പൈസ കൊടുത്താലും നിയത്ത് ചെയ്താലും ദുആരെന്നാലും ഇവിടെ കൊണ്ടു ആദ്യം ഉണ്ടോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് സലാത്ത് ചൊല്ലി നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ഒരു ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ബിസ്മില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹ്, ഈ സദസ്സിൽ വന്ന സഹോദരങ്ങൾ തൻ്റെ മാതാവിന് വേണ്ടി ചെയ്യുന്ന സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെ മക്കളാണ് ഈ മജ്‌ലിസിലുള്ളതെങ്കിൽ പടച്ചവനെ ആ ഉമ്മമാരെ മാരക രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാക്കളുടെ മക്കളാണ് ഈ മജ്‌ലിസിലുള്ളതെങ്കിൽ ആ ഉമ്മയുടെ ഖബർ അല്ലാഹുവേ ഈ രാത്രി മുതൽ ഈ വെള്ളിയാഴ്ച രാവിന്റെ ശോഭയുള്ള ഇൽമിന്റെ മജ്‌ലിസിന്റെ നിറമുള്ള ഗുണമുള്ള മണമുള്ള നിറവുള്ള വേദിയിൽ ബറക്കത്ത് കൊണ്ട് ആ മാതാവിന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും സഹകരിക്കും. ഒരു വലിയ വിപ്ലവ പിരിവൊന്നും ഇവിടെ നടത്താൻ അവർക്ക് അതിനോട് താല്പര്യമില്ല. ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അവരുടെ ലൈബ്രറിക്ക് ഒരു വിഹിതം കിട്ടിയാൽ മഹല്ലിനോട് പറഞ്ഞു മഹല്ലിനെ അറിയിച്ചിട്ട്, പ്രസിഡന്റൊക്കെ അതിന് വല്ലാത്ത താല്പര്യം, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ ഛിന്ന ഭിന്നമാക്കി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ഒരുമിച്ച് നിർത്താനുള്ള വലിയ തീരുമാനം അവർക്കുള്ളത് കൊണ്ട് മഹല്ലിൻ്റെ കീഴിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ഓഫീസ്, അതുപോലെ അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ പുസ്തകം എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയ സൗഭാഗ്യമാണ്. ഒരു മഹല്ലിൻ്റെ പിന്തുണ വർഷങ്ങളോളം കിട്ടുക എന്നതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. എല്ലാ വർഷവും അങ്ങനെ കിട്ടാറില്ല. പല സ്ഥലത്തും 2 കൊല്ലം കഴിയുമ്പോൾ അടിയാണ് പിന്നെ. കാരണം ചെറുപ്പക്കാരങ്ങനെ പൈസ പിരിച്ച് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, പല സ്ഥലത്തും അങ്ങനെയാവും. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിന്നാൽ അവരൊക്കെ കടകളിലിരുന്നു കൊണ്ട് പറയും ഒരു നൗഷാദ് ബാക്കവിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാക്കവിയുണ്ട്, അങ്ങനെ ഒരു മന്നാനിയുണ്ട്, കുറേ ചെറുപ്പക്കാരും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ തരത്തിൽ പലരും പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫിത്തനകളായി അവസാനം ഈ ചെറുപ്പക്കാരോട് തീരുമാനിക്കും നമ്മൾ എത്ര വാത് വെച്ചിട്ടും കാര്യമില്ലടാ, നമുക്കൊരു റിമി ടോമിയുടെ ഗാനമേള വയ്ക്കുക അടുത്ത റമദാൻ തലേദിവസം. അപ്പം മരിക്കാൻ കിടക്കണ ഉപ്പാപ്പോരുണ്ടല്ലോ, ട്രിപ്പ് കുപ്പിയായിട്ടാണ് വന്ന് ഫ്രണ്ടി വന്നിരിക്കുക, അടിപൊളിയടിയോ. ഇതല്ലായിരുന്നു ആദ്യമേ വേണ്ടത്. അപ്പം സമാധാനമാവും, അപ്പോഴേ സമാധാനമാവൂ. അതാവും. അതുകൊണ്ട് ആ രീതിയിലൊന്നും പോകരുത്. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല സ്വതക്ക ഇട്ട് കൊടുക്കുക. അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യട്ടെ. മദ്രസയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു, പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു. പിന്നെ ഒരു വലിയ സാധു സംരക്ഷണ സമിതിയൊന്നുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിലൊരു യതീമിൻ്റെ കല്യാണം നടന്നാൽ അവരെല്ലാം കൂടി ആലോചിച്ച് 500 രൂപ ഇട്ട് 1000 രൂപ ഇട്ട് ഒരു 10000 രൂപ അല്ലെങ്കിൽ 5000 രൂപ പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ സംഘടനയുടെ പേരിൽ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സുവനീർ ഇവിടെ ഈ വർഷത്തെ ഒരു സുവനീർ ഇറക്കി. ഇൻഷാ അല്ലാഹ് അത് സമാപനം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് അവരെത്തിക്കും.
എന്ത് അപാകതയുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. വളർന്നു വരുന്നവരാണ്, തെറ്റുകുറ്റങ്ങളില്ലാത്തവർ വളരെ കുറവാണല്ലോ. അപ്പോൾ ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നേർരേഖയിലേക്ക്, നേർമാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഉമ്മ, നീ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ നീ മറുപടി കൊടുക്കണം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇദാ ദഅതുക വാലിദതുക വ അൻത ഫിസ്സലാ ഫജിബ്ഹാ. നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഉമ്മ വന്നിട്ട് മോനെ ശുക്കൂറ എന്ന് വിളിച്ചാൽ നീ ചോദിക്കും എന്തോമ്മ എന്ന് എന്തായാലും ചോദിക്കും. കാരണം എന്താ, നമ്മുടെ നിസ്കാരമൊക്കെ കണക്കാ. പല്ലി ചലച്ച ഇറങ്ങി ഉടനെ നമ്മളാണ് പിന്നെ ഉമ്മ വിളിച്ചാൽ വിളിയാക്കാത്തത്. ആ നിസ്കാരത്തെക്കുറിച്ചല്ല പറഞ്ഞു. അത്ര തഖ്വയോടുകൂടി നിൽക്കുന്ന സഹാബത്തിനോടാ പറയണേ. നമ്മളിങ്ങനെ കൈകെട്ടി കിബില റോഡിലേക്കാണെങ്കിൽ, പള്ളി ഇങ്ങനെ റോഡിലേക്കാണ് ഇരിക്കുന്നത്, നമ്മളിങ്ങനെ കൈയിട്ടും അല്ലാഹു നമ്മുടെ പള്ളി കൂടെ ഓൾബോസ് ആമീൻ അങ്ങനെ നിൽക്കുക. പാലുകാരനെ നോക്കും, പത്രക്കാരനെ നോക്കും, അല്ലെ ഏതെങ്കിലും കുലിസ് ഇങ്ങനെ എങ്ങനെ നോക്കും, ഇതൊക്കെ ചെയ്യും. ഈ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. അത് പിന്നെ ഉമ്മ വിളിച്ചാൽ ആര് വിളിച്ചാലും നിങ്ങൾ കേൾക്കും. ഒരാളിങ്ങനെ റോഡിലേക്ക് നോക്കി നിസ്കരിക്കുള്ളൂ കൈയ്യട്ടി അല്ലാഹു അക്ബർ. അപ്പോൾ റോഡിലൂടെ പോയ ഒരാൾ ഇതല്ല. ചില ആൾക്കാരുണ്ടല്ലോ അലമാരയുടെ നേരെ ഫ്രണ്ടിൽ മുസല്ല വിരിക്കും, എന്നിട്ട് അല്ലാഹു അക്ബർ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി പൊട്ടും കൊത്തി നദിക്കും. പിന്നെ ചില ഉമ്മമാരുണ്ട്, അള്ളാഹുവേ സ്കാരക്കുപ്പായ മാണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹനെ കഴുകണം. ഇത് പ്രശ്നമാണ്. പടച്ചവനെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ഓട്ടോ ആ നിസ്കാരപ്പായിലേക്ക്. കാരണം മറ്റേത് തുടങ്ങുന്നതിന് മുമ്പ് ഇത് മൊത്തം നിസ്കരിച്ച് തീർക്കണ്ടേ. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നല്ല നൈറ്റിയും നല്ല മാക്സിയോ കഴിച്ചങ്ങോട്ട് വെച്ചിട്ട് 92 മച്ച ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട് റബ്ബേ, പഴമ്പായിൽ പൊതിഞ്ഞ് തൂക്കിയിട്ടിട്ടുണ്ട്. അതങ്ങോട്ട് അഴിച്ചെടുത്തിടും. മലക്ക് പോയിട്ട് ശൈത്താൻ വരെ പരിസരത്ത് വരില്ല. നിസ്കാരക്കുപ്പായത്തിന് വലിയ കാശൊന്നുമില്ല. ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയിട്ട് പറഞ്ഞാലേ തരും. ഇല്ലെങ്കിൽ പഴയ വിരിപ്പം കാണത്ത് 2 അടി അടിച്ചിട്ടാൽ മതി. പക്ഷേ കഴിവൂല, അതൊക്കെ മാറ്റും. വേറെ എവിടെയെങ്കിലും പോകാനൊന്ന് ഇറങ്ങിയാലോ അല്ലോ ഞൂറ് ശരിയാവൂല. എത്ര മണിക്കൂറുകളാ അല്ലേ. ഇതൊക്കെ നാം പടച്ചോന്റെ മുമ്പിലാണ്. അപ്പൊ അത്ര തഖ്വയോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാര് ഒരു ശ്രദ്ധയുമില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, അള്ളാഹു അല്ലാത്ത സർവ്വതിനെയും മാറ്റി പടച്ചോനെ എൻ്റെ നെഞ്ചിലേക്ക് ഞാനിതാ ചേർത്ത് വെച്ചു. അല്ലാഹു അക്ബർ. അങ്ങനെ ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിന്റെ ഉമ്മ വന്നിട്ട്, സുന്നത്ത് നിസ്കാരത്തിലാണ്, ജുമാ നിസ്കാരത്തിൽ ഉമ്മ മിസ്കോൾ അടിച്ചാൽ പറഞ്ഞ് ഇറങ്ങി ഓടരുത്. സുന്നത്ത് നിസ്കാരത്തിലെ ഉമ്മ പറയുന്നടാ ശുക്കൂറേ എന്ന് വിളിച്ചാൽ കൈയഴിച്ചിട്ടിട്ട് എന്തോ ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ട് വരണം. അല്ലാതെ കൂതറക്കളവിൽ നിസ്കരിക്കാനും സമ്മതിക്കൂല, എപ്പോഴും വിളിയാ എന്ന് പറയും. എന്തോ ഉമ്മ നടത്തു പോയി ഉമ്മയോട് ചോദിക്കാം. വാപ്പ വിളിച്ചാലോ? ഇവിടെയാണ് പ്രശ്നം, അടി ഇവിടെയാണ്. വാപ്പ വിളിച്ചാൽ വിളി കേൾക്കണം. നിങ്ങൾ പറയാം നമ്മൾ വിളിക്കാനും പോകണില്ല, നിസ്കരിക്കാനും പോകണില്ല. അപ്പം നിസ്കരിക്കുക, നോമ്പ് കുടിക്കുന്നത്, നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, 10 വസാദ് പറയണം, രാത്രി വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. മോനെ വിളിക്കാൻ പോവാ. ഇപ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഫാജിബ്ഹാ, ആ ഉമ്മാക്ക് നീ മറുപടി കൊടുക്കുക. വൈദാ കാന അബൂക, നിന്റെ ഉപ്പയാണ് വിളിക്കുന്നതെങ്കിലോ ഫലാ തുജിബുഹു ഹത്താ തഫ്റാ, സലാം വീട്ടുന്നത് വരെ മറുപടി കൊടുക്കാൻ പാടില്ല. സലാം വീട്ടിട്ട് ചോദിക്കണം, എന്താ ഉപ്പ വിളിച്ചത്. ഇപ്പൊ ഉപ്പമാരിങ്ങനെ വിചാരിക്കും, അപ്പോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച ഞങ്ങൾക്കൊന്നുമില്ല അല്ലേ, എല്ലാ ഉമ്മാക്കുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരുന്നതും സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തതും നഴ്സറി കൊണ്ടുപോയതും മദ്രസയിൽ കൊണ്ടുപോയതും ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തതും ചാപ്പാട് കൊടുത്തതും ഒക്കെ വെറുതെ ഒന്നുമില്ല. എല്ലാ ഉമ്മാക്കല്ല, ഉമ്മയുടെ മുന്നിൽ ഉപ്പ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. ഉമ്മയുടെ മുന്നിൽ, ഉമ്മയുടെ നിറവിൽ, ഉമ്മാക്കുള്ള നിയമങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിൽ ഉപ്പ ഒരുപാട് വിദൂരത്താണ്. കാരണം
അതൊരു അത്ഭുത സംഭവം. പക്ഷേ ആ സംഭവം ഇന്ന് ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ. ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ. അവരല്ലേ ഈ മക്കളെ വഴിതെറ്റിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയെ പിടിച്ച് മടിയിൽ കൊണ്ടി വെച്ചിട്ട് കുങ്കുമപ്പൂവും മുല്ലപ്പൂവും ഒടുക്കത്തെ പൂവും കബറിലെ പൂവും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ മുമ്പ് ഇരുന്ന് പല്ലിളിച്ചിരിക്കുമ്പോ ഈ മോനും ഈ മോളും നാളെ നിനക്കെതിരാകുമെന്ന് നീ അറിയുന്നില്ല പെങ്ങളെ. ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ വിലപ്പെട്ട സമയത്ത് പൊന്നുമക്കൾ സംസാരിക്കാതിരിക്കാൻ ബ്രെഡിന്റെ അകത്ത് ജാമും മുക്കി പഞ്ഞി കയറ്റി വെക്കണ പോലെ വാക്യത്ത് വെച്ചിട്ട് 10 മണി വരെ മൊണ്ടരുതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വീടിന്റെ മൂലയിലെറിഞ്ഞിട്ട് റിയാലിറ്റി ഷോയുടെ മുമ്പിലിരിക്കുന്ന ഉമ്മായെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി മക്കൾ വലിച്ചെറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിന്തിച്ചു നോക്കുമ്പോ നമുക്ക് നേരമുണ്ടോ നമ്മുടെ മക്കളെ നോക്കാൻ? സമയമുണ്ടോ നമുക്ക്? മക്കളെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചിലല്ലേ അല്ലേ? കല്യാണത്തിന് പോകുമ്പോ നീ മക്കളെ കൊണ്ടുപോകുന്നില്ലേടി എന്ന് ചോദിച്ചാൽ ഇല്ലേ, അവരപ്പുറത്ത് ഉമ്മാന്റെ അടുത്താക്കിയിട്ട് പോവാം. അതെന്തേ? എന്തെങ്ങനെ ചുമന്നോട് പോകണതിനല്ലെടുത്തും കുറച്ച് പഠിക്കട്ടെ എന്ന് പറയാം. എന്താണെന്നറിയോ കൊണ്ടുപോകാത്തത്? കണ്ടാൽ ഇവള് 2 പ്രസവിച്ചതാണെന്ന് 10 പേര് അറിയും. അങ്ങനെ അറിഞ്ഞാൽ വീഡിയോ ക്യാമറ പിന്നെ ഒരുപാട് നേരം ആ പെണ്ണിന്റെ മുഖത്തെ ഫേസ് ഇങ്ങനെ ഒപ്പിയെടുക്കൂല. കാറ്ററിംഗ് സർവീസുകാർ നല്ല ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കൂല, ഐസ്ക്രീം കിട്ടൂല. കാരണം എന്താ? 3 പെറ്റതാ, ആരും വേണ്ടി ചെയ്യൂല. മക്കളെ കയ്യിലിരിക്കല്ലേ. ഇതൊന്നുമില്ലാതെ അയൽവക്കത്ത് പോയി ഒരു 10 പവന്റെ മാലയും വാങ്ങി വാടകയ്ക്ക് നെഞ്ചത്തെടുപ്പിട്ടിട്ട് ചുണ്ടും ചുമപ്പിച്ച് കലിയിളകിയ ഭദ്രകാളിയെ പോലെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴേ നോക്കാൻ ആളുണ്ടാവും. കാരണം എന്താ? മക്കളൊന്നുമില്ല, കയ്യിലൊരു ഭാരവുമില്ല, മനോഹരമായ ഒരു ഹാൻഡ് ബാഗും ഞാൻ കുഴപ്പമാണ് പ്രശ്നമാണെന്ന് അറിയിക്കുന്ന ചെവിയിലിരിക്കുന്ന ഒരു മൊബൈലും. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കും, വെള്ളം കുടിച്ചായിരുന്നു വെച്ചാ? ചോദിക്കാൻ ആളുണ്ട്, കാണാൻ ആളുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്. മറ്റത് മക്കളെ കൊണ്ടുപോയാലൊന്ന് മുള്ളിയാലോ, മക്കളൊന്ന് കരഞ്ഞാലോ ഇത് നാശമായല്ലോ എന്ന് പറയുന്ന ഉമ്മമാരെ. അതുകൊണ്ട് പണി തിരിച്ചല്ല പാലും വെള്ളത്തിൽ തന്നുകൊണ്ടിരിക്കുക, കരഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഉമ്മമാരുണ്ട് മക്കളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം കണ്ടിട്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ ഇത്രയും നേരം ഉമ്മയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ചില ഉമ്മമാർ മക്കളെ നശിപ്പിക്കുന്നതിന് വല്ലാത്ത കാരണക്കാരിയായിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ. ആ കേരളത്തിലെ ചെറുകഥ എഴുതുന്ന ഓമനക്കുട്ടന്റെ ഒരു കഥയുണ്ട്. തുരങ്കം എന്നാണ് അതിന്റെ പേര്, തുരങ്കം. ആ തുരങ്കം എന്ന് പറയുന്ന കഥയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. വേറൊന്നും കൊണ്ടല്ല, അത് വായിച്ചു പോകുന്നവന്റെ മനസ്സ് പൊട്ടുന്നത് കൊണ്ടാണ്. എന്തേ കാരണം? വഴിവക്കിൽ യാചിച്ചു കിടക്കുന്ന, നായയോടൊപ്പം പൂച്ചയോടൊപ്പം കിടക്കുന്ന ഒരു സഹോദരി ഒന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ നോക്കാൻ, ആ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയം കിട്ടാതെ ആ റോഡിലൂടെ കടന്നുപോയ ഏതോ വൃത്തികെട്ടവന്റെ ബീജം ചുമന്ന് രണ്ടാമതൊന്നുകൂടി പ്രസവിച്ചു. 2 മക്കൾ. പ്രസവമെടുക്കാൻ ആളില്ല, ഗുളികയില്ല, മരുന്നില്ല, ചികിത്സിക്കാൻ ആളില്ല. മഞ്ഞും മഴയും വെയിലും കൊണ്ട് റോഡിന്റെ ഒരു അരികിൽ ഇങ്ങനെ കിടക്കുന്ന, യാചിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി. 2 മക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയില്ല. 2 പേരെ ഒളിപ്പിച്ചു വെച്ചിട്ട് യാചന നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞു മരിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോയി. എവിടെ കൊണ്ടുപോകും? പുറം ലോകം അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ മാതാവ് വിചാരിച്ചു 2:10 ഒരു ട്രെയിൻ വരും, അതിൻ്റെ അകത്ത് കയറിയാൽ ട്രെയിൻ ചില സമയം തുരങ്കത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഈ ജീവൻ പോയ കുഞ്ഞിനെ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഇരുട്ടാൻ, ഈ ട്രെയിനിന്റെ കവാടത്തിലൂടെ പുറത്തേക്ക് എറിയാമെന്ന് തീരുമാനിച്ചു. 2 മക്കളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് ട്രെയിനിൽ കയറി. തുരങ്കമെത്തിയപ്പോൾ അതുപോലെ തീരുമാനിച്ച പോലെ കുഞ്ഞിനെ ആ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ തുരങ്കം കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോൾ ആ മാതാവ് നിലവിളിച്ചുകൊണ്ട് ഓടി. എന്തേ കാരണം? എറിഞ്ഞുപോയ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായിരുന്നു. ഈ കഥയ്ക്ക് അവാർഡുകൾ കിട്ടിയത് അന്നത്തെ മാതാവിൻ്റെ മഹത്വവും മാതാവിൻ്റെ മനസ്സും നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായതുകൊണ്ടാണ്. ഇന്നങ്ങനെ എഴുതിയാൽ അവാർഡ് കിട്ടൂല. കാരണം എന്തേ? ഒരുപാട് ഉമ്മമാർ കാമുകന്റെ പേര് വിദേശത്ത് കഴിയുന്ന എന്റെ ഉപ്പയോട് ഉമ്മ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ 14-കാരിയെ ചുരിദാറിന്റെ ഷാളുകൊണ്ട് കഴുപ്പ് ഞെരിച്ചു കൊന്നത്.